ജില്ലാ ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ CITU 20 നടക്കുന്ന കളക്ടറേറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം വാഹനജാഥ സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് KP അനിൽകുമാർ നയിക്കുന്ന ജാഥ വെള്ളി ശനി ദിവസങ്ങളിലായാണ് നടക്കുന്നത്. ശനിയാഴ്ച താമരശ്ശേരിയിൽ തുടങ്ങി കുന്നമംഗലം, ഫറൂഖ് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് മേഖലയിലെ മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ച് നടപ്പാക്കുക, ഇരിപ്പിടാവകാശ നിയമം കർശനമായി നടപ്പാക്കുക, ക്ഷേമനിധി പോരായ്മകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 20 കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നത്. പിന്നാലെ സെക്രട്ടേറിയറ്റ് മാർച്ചുമുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ ഫെബ്രുവരി മാസം 20-ാം തീയതി കേരളത്തിലെ 14 ജില്ലകളിലെയും കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. മാർച്ച് മാസത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുക. ഈ മാർച്ചിൽ യൂണിയൻ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ചിട്ട് ഏതാണ്ട് 6 വർഷമായിരുന്നു. മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കണം എന്നാണ് സർക്കാരിനോട് ആദ്യമായി ആവശ്യപ്പെടാറുള്ളത്. പുതിയ ലേബർ കോഡുകൾ വരുന്നതിലൂടെ തൊഴിലാളി നിയമങ്ങളെ മുഴുവൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അട്ടിമറിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കേരളത്തിലെ ഷോപ്സ് മേഖലയിലുള്ള സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ മിനിമം വേതനം ലഭ്യമാക്കുന്ന ഒരു സംവിധാനം പുതുക്കി നിശ്ചയിച്ച് നൽകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ തീരുമാനം. 2, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇരിപ്പിടാവകാശ നിയമം നടപ്പിൽ വരുന്നത്. പക്ഷെ ആ നിയമം കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് KP അനിൽകുമാർ, ജനറൽ സെക്രട്ടറി KP സജീഷ്, KM സുരേന്ദ്രൻ, ജില്ലാ ഖജാൻജി ശശികുമാർ പേരാമ്പ്ര എന്നിവർ പങ്കെടുത്തു.